ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഏറ്റവും ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ വരുന്നൊരു വലിയൊരു പ്രോബ്ലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കൃമിശല്യമാണ്. കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്, വലിയവർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ബെറ്റർ റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, വിഴാലരി മോരിൽ കാച്ചി കുടിക്കണം. അത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഇത് നമ്മൾ രാവിലെ ഉച്ചക്കൊക്കെ കുടിക്കാം. ഇനി അടുത്തത് പച്ച അടയ്ക്കയാണ്. അടയ്ക്ക പൊടിച്ചിട്ട് അല്ലെങ്കിൽ അരക്കണം. എന്നിട്ട് ചെറുനാരങ്ങ നീരിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. ഇനി അടുത്തത് തുമ്പപ്പൂവാണ്. തുമ്പപ്പൂവ് അരച്ചിട്ട് പാലിൽ ചേർത്ത് തിളപ്പിച്ചാണ് കുടിക്കുന്നത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കണം. ഇനി അടുത്തത് പാവയ്ക്കയുടെ ഇലയുടെ നീരാണ്. പാവയ്ക്കയുടെ ഇലയുടെ നീരെടുത്ത് പാലിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ബെറ്ററാണ്. ഇനി അടുത്തത് നല്ല പഴുത്ത കപ്പങ്ങയുടെ കുരു, അതായത് നല്ല മൂത്ത കുരു 2 സ്പൂൺ എടുത്ത് അരക്കണം. എന്നിട്ട് തേനിൽ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിച്ചാൽ മതി. ഇനി അടുത്തത് നല്ല ചെനച്ച കപ്പങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ കറ എടുത്തിട്ട് പപ്പടത്തിൽ പുരട്ടണം. എന്നിട്ടത് ചുട്ട് തിന്നണം. കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന നല്ല കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് കൊടുക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അടുപ്പിച്ച് തുടർച്ചയായിട്ട് ചെയ്യണം. കുട്ടികൾക്കും വലിയവർക്കും കൃമിശല്യത്തിൻ്റെയും വിരശല്യത്തിൻ്റെയൊക്കെ ശല്യം നല്ലോണം കുറഞ്ഞു കിട്ടും, പൂർണ്ണമായിട്ടും മാറും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു 6 മാസം കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വിരയുടെയും കൃമിയുടെയൊക്കെ ശല്യമുള്ളവർ ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ FB പേജായ മൈ ഹോം ടിപ്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.